കപ്പക്കുന്ന വേവ് കുറവുണ്ട്. കപ്പക്ക് വേവ് കുറവൊന്നുമില്ല. ഇനി എത്ര വേവുണ്ട്? അല്ല കണക്ക് മണിയുണ്ട്. തേച്ചും തിന്നാണ് നിങ്ങൾ പറഞ്ഞ കപ്പ വെച്ചിന്. അല്ലപ്പ ഇതെങ്ങ് ബുദ്ധിങ്ങൻ കയ്യാ. നീ കുറച്ച് കട്ടൻ ചായ ചോദിച്ചേട്ടെ. നമുക്ക് റിവ്യൂണ്ട് കൂടി ചായ കുടിച്ച് വന്നാലോ? ഇന്ന് ഞായറാഴ്ചയല്ലേ, ഓൾറെഡി ഓർക്കണ്ട്. ഓ ശരി, ഞായറാഴ്ച അല്ലേ? അതിൻ്റെ ഓർമ്മ എനിക്കില്ല. ആന്നാ രാവിലെ ഒന്നും തിന്നിട്ടില്ലേ? ഓളെല്ലാം കുടുംബത്തിൽ ടൂർ പോയിപ്പാ. നിങ്ങൾക്ക് ആക്കിയാലെന്നാ? ഞാനൊന്നും ആക്കില്ല. ആ മനോരാ, ആ ചാടിക്കുന്നാ? വേണ്ട, ഇപ്പം കുടിച്ചല്ലോ. എന്നാ പരിപാടി? ഇല്ല, വേറെ ആൾ കാത്തു നിന്നപ്പാ. ഓ രാമ, അടിപൊളി സാധനമാണല്ലോ. ഞമ്മക്ക് നോക്കിയാലോ? നിർത്തിക്കൂടെ നിങ്ങൾക്ക് ഇന്ന് വെറുതെ പറയിപ്പിക്കാനായിട്ട്? വയസ്സെത്രയായി? ഇതല്ല ആരെയും കണ്ടിരുന്ന ആയിരിക്കറിയാം. പക്ഷേ മാനം പോയ തന്നെ. എന്നാൽ നിങ്ങൾ സമ്മതിച്ചിന് മനോരേട്ടാ, ഇങ്ങനെയുണ്ടാ പട്ടാപ്പകലൊക്കെ അടിച്ചു മാറ്റില്ല? ഒരൊറ്റ ഓണത്തിനും വെച്ചു ഞാൻ കോയിനെ മേടിക്കില്ലല്ലോ. അനക്ക് നാടനെ ശരിയാവും. അപ്പൊ എങ്ങനെയാ ബാക്കി പരിപാടിയല്ലോ? പരിപാടിയിലുണ്ട് രാമ. നല്ലോണം വേവിച്ച് മസാലയിലിട്ട് കുരുമുളകെല്ലാം വേറി നല്ല പരുവത്തിലാക്കിയിട്ട് എടുക്കേണ്ട രാമ. അത് നീ നോക്കിക്കോ. അതിന് വേണ്ട സാധനങ്ങളൊന്നും ഇവിടെയില്ല. അത് വേഗം നീ കൊണ്ടുവരണം. ആദ്യം നമുക്ക് സഹിച്ചനെ വിളിച്ചു പറയാപ്പ. ഒന്ന് വണ്ടി എടുത്തിനാവുമ്പോ. എന്നാ പറഞ്ഞോ. എടാ സഹിച്ചാ ഇങ്ങോട്ടില്ലേ? ഞാൻ എടുത്തിട്ടുണ്ടപ്പോ. എടാ നമുക്കൊരു ചിക്കൻ കറി വെക്കണം. ചിക്കൻ ഒഴികെ ബാക്കി എല്ലാ സാധനവും ഇതുവേ മനകാട്ടിന്റെ വീട്ടിലേക്ക്. ബാക്കി എന്നാ വേറെ വേണ്ടേ? ഈടെ ഒരു പുല്ലുമില്ലടാ. നീ വേഗം വാങ്ങിക്കുക. പിന്നെ നമ്മൾ 2-3 ആളുണ്ടേ. എന്നപ്പോ ഒന്ന് മനോരാട്ടനല്ലേ, അയാൾക്ക് 5 ആളെ സാധനം വേണം. നീ വേഗം വാങ്ങിക്കുക. നോക്കാം. ശരി, ഓക്കെ ഓക്കെ. ഇവിടെ കണ്ടീനപ്പ അതെങ്ങോട്ടാ പോയിട്ട്? ഓ എന്റെ അപ്പ അതേടിയാ പോയാ കോയി കാണുന്നില്ല. ചേച്ചിയേട്ടാ, അമ്മ കോയിന് കാണുന്നില്ല. ഞാൻ രാവിലെ വരെ കണ്ടതാണല്ലോ. നീ ആടെയും പരിധി നോക്ക്, ഉണ്ടാവൂ. ഇതെത്ര നേരമാണ് കാത്തിരുന്നത്? അല്ല, ഇത് സാധനം എടുക്കൊന്നും വേണ്ടേ? ശരി, നോക്കറ. എന്നാടാ സംഭവം? ആന്നും പറയണ്ടോ. ഇയാൾ രാവിലെ ശശിയുടെ വീട്ടിൽ നിന്ന് ലീലച്ചിന്റെ കോയിനെ അടിച്ചു വേണ്ടി. ഭഗവാനെ, നമ്മള് കണിയാ. പക്ഷെ ആ കോയിനെക്കാളും ഒഴിവാക്കാൻ തോന്നില്ല. എന്നാ സാധനം അറിയാം. അല്ല വയ്യ, രണ്ട് മനസ്സിലായല്ലോ. ഇനിയൊന്നും നോക്കാനില്ല. ഒരു പിടി പിടിക്കാൻ റെഡി. ഓക്കെ. സാധനം കിട്ടിയില്ല. സാധനം സെഞ്ചിട്ട് കൊണ്ടുപോയില്ല അകത്തേക്ക്. നോക്കൂട്. കോഴി നിങ്ങൾ ശരിയാക്ക്, ബാക്കിയാ നോക്കോളൂ. നോക്കൂടപ്പാ. നിങ്ങൾ രണ്ടാളും തമ്മിൽ ഇങ്ങനെ മത്സരിക്കാൻ നിൽക്കല്ല. ഒന്ന് പോയിക്കൊല്ലി. വാ, നമുക്ക് നോക്കാം, ശരിയാക്കാം. എന്നാലും നമ്മളെ കോയി എനക്ക് ആ മനോഹരനെ സംശയം കേട്ടാ. ഓന്റെ നോട്ടം കണ്ടിട്ടേ എനിക്ക് തോന്നീനി. ഓ മഹാപാവ, പാവൊന്നല്ല. നിങ്ങളൊക്കെ ചെന്ന് നോക്കിയാട്ടെ. എനിക്കിപ്പോ എന്റെ തിരക്കല്ലേ, വേണ്ടി പോയി നോക്ക്. നിന്റെ അല്ലേ കോയി? കോയി എന്റെ അങ്ങ് മുട്ടകളിലെ നിന്ന്. കോയിന് വേണം ചെന്ന് നോക്കാം. എനിക്ക് അത്രേ പറയാൻ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ,
സന്താനം പാവാടുന്ന് മുറുമുറ നോക്കുന്നുണ്ട്. ഓനിപ്പോ നീന്ന് ഓ രാജീവിന്റെ ഒന്നിച്ച് ബേത്തന്റെ ഒന്നിച്ച് വേത്തെന്താണ് ബേത്തന എന്ത് പണി തെക്ക് വടക്ക് നടക്കുവന്നല്ലാണ്ട്. ചുരുക്കി പറഞ്ഞാൽ രണ്ടാക്കും പണിയില്ല. ഇല്ല മുട്ടക്കാരൻ വന്നോടുവാ. വരാനൊന്നും ചാൻസ് ഇല്ല, അങ്ങനൊന്നും വരില്ല. കഴിഞ്ഞില്ല എൻ്റെ കുറെ കഴിഞ്ഞു. പിന്നെ എന്നാ ഉള്ളി കൂടി കൊല്ലു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും പറ്റില്ല. ഒരു ഭർത്താനാക്കലപ്പോ ഇതോട്ട് വെള്ളം പിരിക്ക്. എല്ലാം ഇവിടെ റെഡി ആവളി. നിങ്ങളെ കോയിനും കൂടി ഇങ്ങ് വാ. ആ ചങ്ങയിന് സമ്മതിക്കണം കേട്ടാ. ആ കോയിനെ പിടിക്കുന്ന സമയത്ത് അത് എന്തെങ്കിലും ഒരു വെച്ചാക്കണ്ടേ. ഈ കാര്യത്തിലാണ് എക്സ്പേർട്ടാപ്പാ. ഇതിനേക്കാൾ മൂത്ത 2 കൂടി ആടേണ്ടി. അതിനെ ഞാൻ നോട്ട് കൊടുത്തിട്ടുണ്ട്. ചേട്ടാ ചേട്ടാ വരുന്ന കഴിഞ്ഞല്ലോ. എന്ത് പണിയാടോ ഇങ്ങനെ എടുത്തേ? എനിക്ക് ഈ നല്ല വേറെന്തെങ്കിലും പണിയുന്നു. നീ ഇല്ലേ രാവിലെ രാമ എൻ്റെ കൂടെ കോയിനെ അടിച്ച് മാറ്റിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കോയിനെ എൻ്റെ വീട്ടിലെത്തിച്ചില്ലെങ്കിൽ ചേട്ടാ കാര്യം പറയാം. നീ ആൾക്ക് സാധിച്ചാ എനിക്ക് ഇതിന്റെ കഥ അറിയില്ല. അല്ല അങ്ങനെ ഞാൻ ശരിയാക്കാം നമുക്ക്. ഇത് കഷ്ടമെന്നറിയാം. ഞാനല്ല പറഞ്ഞത്. വാ വാ. നീ ഇല്ലേ ഞാൻ വെച്ചത് നിന്നെ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. വൈകുന്നേരം എത്തിച്ചിട്ട് ഇത് കിണറെടുക്കും ഞാൻ കേട്ടാ. പോയില്ലേ ഞാൻ ഈ പെണ്ണുങ്ങളോട് എന്ത് സമാധാനം പറയാ? അതല്ല എന്തെന്നല്ലാന്ന് ഒരു കോയിനെ നാട്ടക്കൂടെ ശ്രദ്ധിച്ചത് ഇവന്റെ സ്ഥിരം പരിപാടി. ഇത് ചേട്ട ഇത് ഒരു മിനിറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായല്ലോ. അയാൾ ഇനി ഏടിയെല്ലാം പോയിട്ട് എന്തെല്ലാം പറയാന്നായിരിക്കും അറിയാം. വെറുതെ എന്റെ പേര് കളയാനായിട്ട്. ഏത് നേരത്തായി നിങ്ങളെ കൂടെ കൂടാൻ തോന്നി നമ്മ? ശശിയാരനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പോയി പോയാൽ 1000 വിഷമമുണ്ടാവും. സതീശ, നീ പറഞ്ഞോണ്ട് മാത്രമേ ഞാൻ വന്നില്ല കേട്ടോ. ഇല്ല ഞാൻ വരില്ലല്ലോ. ആ പുറത്തിരിക്കുന്ന 2 കേസുകളുള്ള മാതിരിയല്ല നീ നല്ലോനാ. എന്റെ കോഴിയോ പോയി. ഞാനിനി എന്റെ പെണ്ണുങ്ങളോട് എന്ത് സമാധാനം പറയാ? കോയില്ലേ ചേട്ടാ. സതീശ പറയട്ടെ, വാ. സൂചി അനങ്ങിയിട്ടില്ലടാ. മനോരാ, നാടൻ കോഴിനെ വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കണം. അസറായിട്ടുണ്ട്. ശശിയേട്ടാ ഇതിന്റെ അകത്ത് മസാല വളരെ കുറച്ച് ഇട്ടിട്ടില്ലോ. അസറായിട്ടുണ്ട്. കുഴിമുളക് അതിന്റെ ടേസ്റ്റായി. ഹലോ. ചിലപ്പോ നിങ്ങൾ പോയിട്ട് എത്ര നേരായി? കോയിനെ കിട്ടീനാ? അയ്യോ എന്റെ ലീലേ, ആ കോഴിയെല്ലാം കാട് കയറിന്ന് കേട്ടാ. ഞാൻ പഴുതാത്ത സ്ഥലമില്ല. ഈ നാട് മുഴുവൻ പഴുതി. നീ വെറുതെ നമ്മളെ മനോഹരം സംശയിച്ചു. ഓൻ പാവാ. നിങ്ങളെ കോയിന്റെ കരള് ഇങ്ങക്ക് തന്നെ. കോയിന്റെ കരള് മാത്രല്ല, ഇതിന്റെ കൊക്കടി കിട്ടുന്നുണ്ട്. രാജീവിന്റെ വീട്ടിൽ നല്ല കോഴി. അത് കറക്റ്റാ. നമുക്ക് നോക്കാം. അല്ല ഇത് നിങ്ങള് സ്ഥിരം ഈ പരിപാടി ആക്കേണ്ട പരിപാടിയാ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ശീലായിക്കോളും. പിന്നെ എന്നാലും സംഭവം കളിക്കില്ലേ? പോയി 1000 കളിക്കില്ല. ആ ബ്രെഡ് കഴിഞ്ഞ